ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും മനസ്സിനെ വേദനിപ്പിച്ച ഒരു ന്യൂസാണ് മലപ്പുറത്ത് ഉണ്ടായ സംഭവം. രാവിലെ എണീറ്റ് പോയ ഒരു മോള്, 13 വയസ്സുള്ളൊരു മോള്, വൈകിട്ടായിട്ടും തിരിച്ച് വീട്ടിലെത്തിയില്ല, സ്കൂളിലും പോയിട്ടില്ല. അന്വേഷിച്ച് പോയപ്പോൾ ആ മോളുടെ മൃതശരീരം റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് നിന്ന് കിട്ടി. സംഭവം ചെയ്തത് വേറെ ആരുമല്ല, 16 വയസ്സുള്ള ആ മോളുടെ ഒരു സുഹൃത്താണ്. ഇപ്പം ഈ ന്യൂസിൽ കാണുന്നത് വെച്ചിട്ട് ആ മോള് ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, എൻ്റെ മോളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ന്യൂസിൽ വരുന്നത്. ഇതിനെയൊക്കെ പോലീസ് പിടിച്ചിട്ടുണ്ട്. പിടിച്ചിട്ടിപ്പോൾ എന്ത് ചെയ്യാനാണ്? അവനെ ജൂനിയൽ ആക്ട് പ്രകാരം 16 വയസ്സുള്ളതുകൊണ്ട് അവനെ ജൂനിയൽ ഭൂമി കൊണ്ടിടും, 3 കൊല്ലത്തെ തടവ്. പിന്നെ അവന് മെൻ്റലി സ്റ്റേബിളാണ്, പിന്നെ റീഹാബിലിറ്റേഷൻ സെൻ്ററിലൊക്കെ കൊണ്ടിട്ട് അവനെ നേരെയാക്കിയിട്ട് പുറത്തിടും. അല്ലെങ്കിൽ പിന്നെ അവൻ അഡൽട്ടായി എന്ന് നിയമം കൺസിഡർ ചെയ്തിട്ട് കൂടി പോയി കഴിഞ്ഞാൽ അവന് ജീവപര്യന്തം, അല്ലെങ്കിൽ മരണം വരെ ജീവപര്യന്തം. ഇതൊക്കെ കൊടുത്തിട്ട് എന്തിനാണ്? മരണം വരെ ജീവപര്യന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 നേരം ഫുഡും കൊടുത്ത് ചുമ്മാ ജയിലിൽ ഇട്ട് ഇങ്ങനെ കൊണ്ടു നടക്കണം. ഇത് നമ്മുടെ ഈ ഇന്ത്യയിലുള്ള നിയമത്തിന് ആർക്കും ഈ പേടിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവമൊക്കെ നടക്കുന്നത്. എനിക്ക് എന്തൊരു പറയണമെന്ന് അറിയുന്നത്, രാവിലെ എണീറ്റ് പോയ ഒരു മോള് വൈകിട്ടായിട്ടും തിരിച്ച് വന്നില്ല. നോക്കാൻ നേരത്ത് പിറ്റേ ദിവസം ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് കിടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെ അവസ്ഥ എന്തിനായിരിക്കും? ഇതാണ് പറയണ, വിശ്വസിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. 18 വയസ്സ് തൊട്ട് ഒരു 5 വയസ്സുള്ളൊരു മോളെ പോലും പുറത്ത് വിശ്വസിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളെ സിസ്റ്റം ശരിയല്ല, നമ്മളെ നിയമം ശരിയല്ല. അതൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ടാണ് നടക്കണമെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഭയമുള്ള ഒരു നിയമം വരണം, ഇല്ലാത്ത പക്ഷം ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കും. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒരു ദിവസം 850ഓളം കേസുകൾ ഇങ്ങനെ ഫയൽ ചെയ്യുന്നുണ്ട്. അതാർക്കെങ്കിലും അറിയും? ദിവസം മാത്രം 850 കേസുകൾ ഫയൽ ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാൻ വാക്കുകളില്ല.